കുട്ടിയെ വിവാഹം കഴിക്കുന്നയാൾ അകാലത്തിൽ മരണപ്പെടും. അതുകൊണ്ട് മകനെ കൊണ്ട് ഈ കുട്ടിയെ വിവാഹം കഴിപ്പിക്കാതിരിക്കുന്നതാണ് ഭംഗി. അറിഞ്ഞുകൊണ്ട് ദോഷപ്രവൃത്തി ചെയ്യുന്ന ഇവരെ എത്രയും വേഗം ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം. തിരുമേനി, ഞാൻ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിനെന്നോട് പരിഭവിച്ചിട്ടും അരിശപ്പെട്ടിട്ടും കാര്യമില്ല. അപ്പച്ചി ഒരിക്കലും ഈ ചതി ഞങ്ങളോട് കാണിക്കാൻ പാടില്ലായിരുന്നു. പ്രസാദേ, ദുർഗയ്ക്കും എനിക്കും ആകെയുള്ളത് ഈ ആദ്യ. അവന്റെ ജീവൻ വെച്ചാ അപ്പച്ചി കളിക്കാൻ നിൽക്കുന്നത്. അതൊരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. ദുർഗാമ്മയ്ക്ക് ഇഷ്ടമല്ലാതെ ഒരിക്കലും ഞാൻ ആദിയുടെ ഭാര്യയാവില്ല. പക്ഷെ ആദിക്കൊരു അപകടം ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കൂല. അതേത് വിധേനയും ഞാൻ തടയും. സത്യാവസ്ഥ ദുർഗാമ്മയെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു. ഇനി എന്ത് വേണമെന്നും ദുർഗാമ്മയ്ക്ക് തീരുമാനിക്കാം. എനിക്ക് പറയാനുള്ളത് പറഞ്ഞു. തിരുമേനി, എന്നോടൊപ്പം ഇതുവരെ വന്നതിനും ഈ സത്യങ്ങളെല്ലാം ദുർഗാമ്മയും മാമനെയും ധരിപ്പിച്ചതിലും എനിക്ക് തിരുമേനോട് ഒത്തിരി നന്ദിയുണ്ട്. വരണം, നമുക്ക് തിരികെ പോകാം. അയ്യോ, എന്തോന്ന് കാഴ്ച കാണാൻ നിക്കുവാ. നാണോ ഇല്ലേ നിനക്ക്? കേറി പോടി. സാറൊന്ന് മാറിക്കേ. ഇവാടാ. അത് ശരി, അപ്പച്ചി ഇത്രയ്ക്ക് ദുഷ്ടയായിരുന്നു. വിഷം നിറച്ച മനസ്സോടെയാ അവരാദ്യമോനും ആതിരയും തമ്മിലുള്ള വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചത്. ആദ്യമോൻ എന്ത് സംഭവിച്ചാലും അവർക്കൊന്നുമില്ലല്ലോ. അവർക്ക് എന്ത് നഷ്ടപ്പെടാൻ, എന്ത് വേദന ഉണ്ടാവാനാ? ആലോചിക്കുന്നോറും എനിക്ക് അപ്പച്ചി അങ്ങ് കൊല്ലാനാ തോന്നുന്നേ. അമ്മയൊന്ന് സമാധാനിക്ക. ഇപ്പൊ കാര്യങ്ങളൊക്കെ ദുർഗാമ്മയ്ക്ക് ബോധ്യപ്പെട്ട് കാണുമല്ലോ. പൂജാരി നേരിട്ട് വന്നല്ലേ അപ്പച്ചി നടത്തിയ പൂജയെക്കുറിച്ച് ദുർഗാമ്മയോട് പറഞ്ഞത്. ആതിരയുടെ ജാതകത്തിൽ ചൊവ്വാദോഷം ഉള്ളതുകൊണ്ട് ഒരിക്കലും ആദിയും ആതിരയും തമ്മിലുള്ള വിവാഹം നടത്താൻ പാടില്ല എന്ന് പൂജാരി ദുർഗാമ്മയെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ആദിക്ക് ദോഷം വരുന്നത് എന്തെങ്കിലും ദുർഗാമ്മ ചെയ്യുമോ? ദുർഗാമ്മയുടെ പുന്നാര മോനല്ലേ ആദി. ദുർഗേച്ചിയുടെ മോനല്ല അവൻ. ആദിമോൻ എന്റെ മോന, എന്റെ മോന. അവന്റെ കാര്യങ്ങളിൽ എനിക്കും അവകാശമുണ്ട്. അമ്മ വലിയ ആവേശത്തിലാണല്ലോ. ഈയിടെയായി ആദ്യം അമ്മ വല്ലാതെ കെയർ ചെയ്യുന്നുണ്ടല്ലോ. അതെ, ആദ്യ സ്വന്തം മോനാണെന്ന് എന്നോട് പറഞ്ഞതിരിക്കട്ടെ. ആ ദുർഗാമ്മയുടെ മുന്നിൽ വെച്ച് ആദിയുടെ കാര്യങ്ങളിൽ അമ്മയ്ക്ക് അവകാശം ഉണ്ടെന്നൊന്നും പറഞ്ഞേക്കല്ലേ. അറിയാലോ, ദുർഗാമ്മ അമ്മയെ ഓടിക്കും. ദുർഗേച്ചിയുടെ മുന്നിൽ വെച്ച് പറഞ്ഞ എന്താ കുഴപ്പം? ഞാൻ പറയും. ആ, എന്നാ അമ്മ അനുഭവിക്കാൻ തയ്യാറായിരുന്നു. എനിക്ക് അപ്പച്ചി ഒന്ന് കൈ കിട്ടിയിരുന്നെങ്കിൽ. ആദ്യം മോന്റെ ജീവൻ വെച്ച അപ്പച്ചി കളിക്കാൻ ഒരുങ്ങിയത്. അതിനപ്പച്ചിക്ക് മറുപടി കൊടുത്തേ മതിയാവും. അമ്മ വെറുതെ ഇപ്പൊ ഇതിൽ ഇടപെടണ്ട. ഞാൻ ഇടപെടും. ഞാനേ ദേവമംഗലത്തേക്ക് പോവാ. അമ്മ വേണ്ടാന്ന്. അമ്മ അവിടെ ചെന്ന പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുള്ളൂ. ആവട്ടെ, നീ എന്റെ കൈവിട്ടെ. ഇല്ല അമ്മ, ഞാൻ പറയുന്ന കേക്ക്.
ആ അപ്പച്ചിക്കുള്ള മറുപടി ദുർഗാമ്മ കണക്കിന് കൊടുത്തിട്ടുണ്ടാവും. ആ? അത് പോരാ. എനിക്ക് പറയാനുള്ളത് എനിക്ക് തന്നെ പറയണം. അമ്മേ അമ്മേ എഴുന്നേക്കടി, എഴുന്നേക്കാൻ ഇങ്ങോട്ട്. നിനക്കെന്റെ മോന്റെ ജീവൻ നശിപ്പിക്കണോ അല്ലേ? അവനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണോ നീ കച്ചയും കെട്ടി ഇങ്ങോട്ട് കയറി വന്നേ? നിനക്ക് ഇത്രയും കടുത്ത ചൊവ്വാദോഷം ഉണ്ടായിട്ടും നീ അതെന്നീന്ന് മറച്ചു വെച്ചു അല്ലേ? നിന്നുണ്ടല്ലോ ഒന്നും ചെയ്യല്ലേ ആന്റി. അറിഞ്ഞു വെച്ച് എന്നെയും മോനെയും ഞങ്ങളുടെ കുടുംബത്തെയും ദ്രോഹിക്കാൻ ശ്രമിച്ച നിന്നെ ഞാൻ വെറുതെ വിടണോടി? പറയടി. അയ്യോ ആന്റി പ്ലീസ്, എനിക്കൊന്നും അറിയില്ല. ഞാനായിട്ട് മനപ്പൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം മാമൂസ പറഞ്ഞിട്ടാ. മാമൂസ പറഞ്ഞ ചൊവ്വാദോഷത്തിന്റെ കാര്യമൊന്നും ആരെ അറിയിക്കണ്ടെന്ന്. എന്നൊന്നും ചെയ്യരുത് ആന്റി പ്ലീസ്. നിന്നെയും നിന്റെ മാമൂസിനെയും ഇന്ന് ഞാൻ പുറത്താക്കും. നോക്കിക്കോ നീ. ഞാൻ എത്ര വട്ടം തന്നോട് പറഞ്ഞാടോ നമുക്ക് ഈ ബന്ധം വേണ്ടാന്ന്. അപ്പച്ചിയുടെ അടുപ്പം സ്ഥാപിക്കരുതെന്ന് ഉപദേശിച്ചു. എന്നിട്ടും താനത് ചെവി കൊണ്ടില്ല. എടോ, അപ്പച്ചിയുടെ സ്വഭാവം എനിക്ക് നല്ലോണം അറിയാം. അടുത്ത ബന്ധുവായിട്ട് പോലും ഞാൻ അവരെ അടുപ്പിക്കാത്തതിന്റെ കാരണം എന്താ തനിക്കറിയോ? അവര് കേറിയാലേ ഈ വീടങ്ങട് നശിക്കും. അവരുടെ മോളെ ഞാൻ വിവാഹം കഴിക്കാൻ സമ്മതിക്കാത്തതിന്റെ കാരണം അത് തന്നെയാ. എടോ, ഞാൻ ഇതൊക്കെ തന്നെ ഓർമ്മപ്പെടുത്തിയിരുന്നതല്ലേ. താനപ്പോ അതൊക്കെ അവഗണിച്ച് അപ്പച്ചി ഈ വീട്ടിലേക്ക് അങ്ങോട്ട് കയറ്റി. പോരാത്തതിന് അവരുടെ പേരക്കുട്ടിയെ ഈ വീട്ടിലെ മരുമകളാക്കാൻ അങ്ങ് തീരുമാനമെടുത്തു. എന്നിട്ടിപ്പോ എന്തായി? ഇപ്പോഴെങ്കിലും അപ്പച്ചിയുടെ തനിസ്വരൂപം തനിക്ക് മനസ്സിലായല്ലോ. ദുർഗേച്ചി, ഏട്ടാ, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ? ദേ, വിവരങ്ങളെല്ലാം ഇവള് പറഞ്ഞു. എന്തായാലും അപ്പച്ചി നമ്മളോട് കാണിച്ചത് വലിയ ചതിയായി പോയി ഏട്ടാ. ചൊവ്വാദോഷമുള്ള ആ പെണ്ണിനെ നമ്മുടെ ആദ്യമോന്റെ തലയിൽ കെട്ടിവെക്കുക. അറിഞ്ഞുകൊണ്ട് അവരതിന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ എത്ര മാത്രം വിഷം ഉണ്ടായിരിക്കണം. അത് തന്നെയാണ് ഞാനും ദുർഗയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദുർഗേച്ചി എന്താ ഒന്നും മിണ്ടാത്തത്? ദുർഗാമ്മയ്ക്ക് ഇപ്പോഴെങ്കിലും കാര്യങ്ങൾ ബോധ്യപ്പെട്ടോ? പറയൂ ദുർഗേച്ചി, എന്താ ദുർഗേച്ചിയുടെ തീരുമാനം? ആതിരയ്ക്ക് ചൊവ്വാദോഷം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഇനിയും ആതിരയും തമ്മിലുള്ള കല്യാണം നടത്താൻ പോവാണോ? അപ്പച്ചി കാരണം ഈ വീട്ടിലെ സ്വസ്ഥതയും സമാധാനവും നശിച്ചത്. എന്നെയും ദുർഗേച്ചിയും ശത്രുക്കളാക്കിയതും ഇതേ അപ്പച്ചി തന്നെയാ. ഓഹോ, അപ്പൊ രണ്ടാളും ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലേ? അപ്പച്ചി, അപ്പച്ചി ചെയ്യാൻ ഒരുങ്ങിയത് മഹാപാപമായിരുന്നു. ദയവായിട്ട് ഇവിടെ ആ പൂജ
ഇല്ലെങ്കിൽ ആരെയും അറിയിക്കാതെ ചൊവ്വാദോഷമുള്ള ഇവിടെ ആദ്യം കൊണ്ട് നിങ്ങൾ വിവാഹം കഴിപ്പിച്ചെന്നെ. നിങ്ങൾക്ക് വിവാഹം നടന്നു കണ്ടാ മതിയല്ലോ. അതിനുശേഷം ആദ്യമോൻ എന്ത് സംഭവിച്ചാൽ എന്താ അല്ലേ? അവന്റെ ജീവൻ ആപത്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ. പക്ഷേ എനിക്കങ്ങനെയല്ല. എന്റെ മോൻ ആദി അവൻ എന്തെങ്കിലും അരുതാത്തത് സംഭവിച്ച എനിക്കത് സഹിക്കാൻ പറ്റില്ല. ചൊവ്വാദോഷമുള്ള ഇവളെ ആദ്യം മോനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണ അല്ലേ? ഇല്ല ഇല്ല, അതിന് ഞാനിനി സമ്മതിക്കില്ല. എന്റെ മോനെ കൊല്ലാൻ ശ്രമിച്ച രാക്ഷസുകളാ നിങ്ങൾ രണ്ടാളും. ഇനി എന്തിനാ നിങ്ങൾ ഇവിടെ നിൽക്കുന്നേ? ഇറങ്ങിപ്പോയിക്കൂടെ? ഇറങ്ങിപ്പോകാൻ. പ്രിയേ, നിർത്ത്. നീ കുറെ നേരമായിട്ട് എന്റെ മോൻ എന്ന് പറയുന്നുണ്ടല്ലോ. ആരാടി നിന്റെ മോൻ? നിന്റെ മോൻ ആരാണെന്ന്? ആദിയെക്കുറിച്ചാണോ നീ പറയുന്നത്? അവനെങ്ങനെയാടി നിന്റെ മോനാവുന്നേ? അമ്മേ, പറയടി, അവനെങ്ങനെയാ നിന്റെ മോനാവുന്നത്? ആദിയെ പ്രസവിച്ചതേ ഞാനാ. ഇവൻ എന്റെ മോനാ. ഇവന്റെ കാര്യത്തില് ആരും അവകാശം പറയേണ്ട കാര്യമില്ല. ആരും ഇവനെ മകനായിട്ട് ഏറ്റെടുക്കുകയും വേണ്ട. ആദിയുടെ കാര്യങ്ങൾ നോക്കാനേ എനിക്കറിയാം. നീ എന്റെ മോന്റെ മേലെ അധികാരമൊന്നും കാണിക്കണ്ട. പറഞ്ഞത് മനസ്സിലായല്ലോ? ദുർഗാമ്മ ക്ഷമിക്ക. ആദ്യ ദുർഗാമ്മയുടെ മോൻ തന്നെയാ. അത് സത്യല്ലേ? അതിനി ആർക്കാ മാറ്റാൻ പറ്റുന്നേ? വിഷമം കൊണ്ട് നിയന്ത്രണം വിട്ട് സംസാരിച്ചപ്പോ അമ്മ അറിയാതെ പറഞ്ഞു പോയതാ എന്റെ മോനെന്ന്. അങ്ങനെ അമ്മ പറഞ്ഞെന്ന് കരുതി ആദ്യം എങ്ങനെയാ അമ്മയുടെ മോനാവുന്നേ? മനസ്സിലൊന്നും വെച്ചിട്ടല്ല ദുർഗാമ്മ അമ്മ അങ്ങനെ പറഞ്ഞത്. അമ്മയുടെ ഉള്ളിലൊന്നുമില്ല, ശുദ്ധ പാവ. ദുർഗാമ്മ അമ്മ പറഞ്ഞത് മറന്നേക്ക് പ്ലീസ്. അതെ, രണ്ടാളോടും കൂടി ഒരു കാര്യം ഞാൻ പറയാം. ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഞാനിവിടെ ഉണ്ട്. പുറത്തുനിന്ന് ആരുടെയും സഹായം വേണ്ട. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഞാൻ പരിഹരിച്ചോളാം. ഇനി നിങ്ങൾ ഇവിടെ നിൽക്കണമെന്നില്ല. വന്നതുപോലെ പോവാൻ നോക്ക്. ദുർഗേച്ചി, നിന്റെ അമ്മയെ വിളിച്ചോണ്ട് ഇറങ്ങി പോടി. ദുർഗേച്ചി, ദുർഗേച്ചി ഒരിക്കലും ആദ്യം മോനും ആതിരയും തമ്മിലുള്ള കല്യാണം നടത്തരുത്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നിന്നോട് ഇറങ്ങി പോവാനല്ലേ പറഞ്ഞത്? ഇനി നിങ്ങൾ രണ്ടാളും എന്ത് കാണാൻ വേണ്ടിയാ ഇവിടെ നിൽക്കുന്നത്? നിങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധവും ഇവിടെ അവസാനിച്ചു. കൊച്ചുമോളെ വിളിച്ചോണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പൊക്കോണം. പ്രസാദേ, ഇനി നിന്റേതായ ഒരു തരിമ്പ് വസ്തു പോലും ഈ വീട്ടിലുണ്ടാവരുത്.
മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്നതാ നല്ലത്. അപ്പച്ചി പറഞ്ഞത് കേട്ടില്ലേ? ഇപ്പോ ഈ നിമിഷം ഇറങ്ങണം. ദൈവം നമ്മുടെ ഭാഗത്താണ്. അതുകൊണ്ടാ സത്യങ്ങൾക്ക് ഇപ്പൊ തെളിഞ്ഞത്. അപ്പച്ചിയുടെ യഥാർത്ഥ മുഖം ഇപ്പോഴെങ്കിലും നിന്റെ അമ്മയ്ക്ക് മനസ്സിലായല്ലോ. തുളസിയെ സമ്മതിക്കണോ വെച്ചാ? അവളല്ലേ ഈ സത്യങ്ങളെല്ലാം കണ്ടുപിടിച്ച് തെളിയിച്ചത്. ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റും തുളസിക്ക് തന്നെയാ കൊടുക്കേണ്ടത്. ഒരു സംശയമില്ല. അതെ, അവള് തിരുമേനിയെ കൈയോടെ കൂട്ടിക്കൊണ്ടുവന്ന് ദുർഗയോട് കാര്യങ്ങൾ വിവരിച്ചോണ്ടാ ദുർഗ അത് വിശ്വസിച്ചത്. ഇല്ലെങ്കി ദുർഗ ഇപ്പോഴും അപ്പച്ചെ വിശ്വസിച്ചിരുന്നേനെ. തുളസിക്കേ അച്ഛന്റെ പോലീസ് ബുദ്ധിയാ. അല്ല, അവൾ എന്റെ മോള് തന്നെയാണല്ലോ. അപ്പോ സ്വാഭാവികമായിട്ടും എന്റെ ബുദ്ധി തന്നെ ആയിരിക്കുമല്ലോ അവൾക്ക് കിട്ടുക. അല്ല, അച്ഛൻ എന്ത് ചെയ്യാ ആലോചിക്കുന്നേ? ഞാൻ നീ പറഞ്ഞ ഓർക്കായിരുന്നു. ശരിയാ, തുളസിക്ക് പോലീസ് ബുദ്ധി തന്നെയാ. അച്ഛന്റെ മോളല്ലേ, അപ്പൊ അങ്ങനെയല്ലേ വരൂ. എന്തായാലും അപ്പച്ചയും മാതിരിയും കൊണ്ടുള്ള സ്വസ്ഥതക്കേട് ഇന്നത്തോടെ കഴിയുമെന്ന് കരുതല്ലേ സാർ? അതിൽ യാതൊരു സംശയവും വേണ്ട. ദുർഗ ഇപ്പൊ തന്നെ അവരെ ഇവിടുന്ന് ഇറക്കി വിട്ടിരിക്കും. നീ നോക്കൂ. വാ. അമ്മയുടെ പെർഫോമൻസേ മാസെന്ന് പറഞ്ഞ പോരാ, കൊല മാസ്. എന്തായിരുന്നു പ്രകടനം! ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അമ്മ തന്നെയാണോ ദുർഗാമ്മയുടെ മുന്നിൽ നിന്ന് തകർക്കുന്നേന്ന് ഞാൻ അത്ഭുതപ്പെട്ടുപോയി. അല്ല, അമ്മയ്ക്ക് എവിടുന്ന് കിട്ടി ഇത്രയും ധൈര്യം? ദുർഗാമ്മയോട് വലിയ ബഹുമാനവും വിധേയത്വം ഒക്കെ ഉള്ള ആളായിരുന്നല്ലോ അമ്മ. ഒറ്റയടിക്ക് അതൊക്കെ എങ്ങനെ അപ്രത്യക്ഷമായി? ഹലോ പ്രിയാമ്മേ, ഞാൻ ചോദിച്ചതും പറഞ്ഞതും എല്ലാം കേട്ടോ? എന്താ എന്താ നീ പറഞ്ഞേ? അത് ശരി. അപ്പൊ ഈ ലോകത്തൊന്നും ആയിരുന്നില്ലല്ലേ ആള്? നീ എന്താ ചോദിച്ചേ? അല്ല, ആദ്യം മാതിരിയും തമ്മിലുള്ള വിവാഹം നടക്കാൻ പാടില്ല, നടത്താൻ ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ അമ്മ ശക്തിയുക്തം ദുർഗാമ്മയോട് പറഞ്ഞില്ലേ? അതിനുള്ള ഊർജ്ജം അമ്മയ്ക്ക് എവിടെ നിന്ന് കിട്ടിയെന്നാ ഞാൻ ചോദിച്ചേ. അത് പിന്നെ കടുത്ത ചൊവ്വാദോഷക്കാരിയായ ആതിരയെ ആദ്യം ഒരു വിവാഹം കഴിച്ച് അവന്റെ ആയുസിന് ആപത്ത് വരില്ലേ? അതറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നത് ശരിയാണോ? എനിക്കതിന് പറ്റില്ല. അവന്റെ ആയുസ് വെച്ചൊരു പരീക്ഷണത്തിന് ഞാൻ എന്തായാലും അനുവദിച്ചു കൊടുക്കില്ല. ഓ ടക്കരോ, അമ്മ ഇങ്ങനെ ബോൾഡായിട്ട് തന്നെ നിക്കണം. ആ മംഗള അപ്പച്ചി എന്തൊക്കെ തന്ത്രങ്ങൾ പ്രയോഗിച്ച് ദുർഗാമ്മയുടെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചാലും അമ്മ വിട്ടുകൊടുക്കരുത്. ദേ, അമ്മ വിചാരിച്ച ആദ്യം ആതിരയും തമ്മിലുള്ള വിവാഹം നടക്കില്ല. ഇന്നെനിക്കത് ബോധ്യായി. അതിലെനിക്ക് വിശ്വാസം ഉണ്ടമ്മേ. ആ കല്യാണം നടക്കില്ല തുളസി, അത് ഞാൻ നടത്തില്ല. ഞാനിപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത് അതിനെക്കുറിച്ച് തന്നെ. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ദുർഗേച്ചിയുടെ തലയിലൊന്നും കേറിയാ മതിയായിരുന്നു. അതൊക്കെ കേറിക്കോളമ്മേ. ദുർഗാമ്മ ജീവിക്കുന്നത് തന്നെ ആദിക്ക് വേണ്ടി മാത്രം. അമ്മ പറഞ്ഞ പോലെ തന്നെ അവന്റെ ജീവൻ വെച്ചൊരു പരീക്ഷണത്തിന് ദുർഗാമ്മ തയ്യാറാവില്ല. ദുർഗാമ്മ ഇപ്പൊ മിക്കവാറും ആതിരെ അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിലേ ഞാൻ ഒരിക്കൽ കൂടി അങ്ങോട്ട് ചെല്ലും. അവളെ ഞാനായിട്ട് ഇറക്കി വിടും. ആഹാ, കൊള്ളാലോ. പൂച്ചയെ പോലെ ഇരുന്ന ആള് ഇപ്പൊ പുലിയെ പോലാണല്ലോ പെരുമാറുന്നത്. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ആദ്യം അമ്മയുടെ മോനാണോ അതോ ദുർഗാമ്മയുടെ മോനാണോ? അല്ല,
ആദിയുടെ കാര്യത്തിൽ ഇപ്പൊ ദുർഗാമ്മയെക്കാളും ടെൻഷൻ അമ്മയ്ക്കാ. അതുകൊണ്ട് ചോദിച്ചതാ. അവൻ എന്റെ മോൻ തന്നെയാ.